അവിടെ പോയിട്ട് ബാക്കി കാണാം ഗൈസ്. സുന്ദരി ഒന്ന് നോക്കട്ടെ പിന്നെ അപ്പൊ ഇന്ന് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് പൊങ്കാല ഇടാൻ വേണ്ടി നമ്മൾ എല്ലാരും റെഡിയായി. ഇപ്പൊ മണി ഒരു 4-4:30 ആവും. നമ്മൾ എല്ലാരും കുളിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മള് രാവിലെ പോയി സീറ്റൊക്കെ പിടിച്ച് നമ്മുടെ രണ്ട് സീറ്റ് പിടിച്ച്. പക്ഷെ ഇന്ന് രാവിലെ പോയി നമ്മൾ നമ്മുടെ കല്ലൊക്കെ അടുക്കിയൊക്കെ വെച്ച് കലം വെച്ചു. നമ്മുടെ അമ്മമാരൊക്കെ അവിടെ ഉണ്ട്. നമ്മളിപ്പോ തേങ്ങയൊക്കെ ചിരകിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. വീഡിയോ കാര്യം ഇപ്പൊ എല്ലാം എടുത്തു വെച്ചാൽ അവിടെ പോയിട്ട് കുറെ കവർ ചെയ്യാണ്. വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോ. അതുകൊണ്ട് നമ്മള് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം ഗൈസ്. മുക്കാൽ ഞാനാണേ, ചുമ്മാ ഇതിന്റെ പകുതി. ഓ പിന്നെ ഇത് രണ്ടെണ്ണം ഞാനാ. ഇല്ല ഹായ്. എവിടെ സുന്ദരി ഒന്ന് നോക്കട്ടെ പിന്നെ ഡാൻസ് ഒന്നുകൂടെ കളിക്കോടി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പൊങ്കാല ഇടാൻ വേണ്ടി പോവാണ്. നല്ല രസമായിരുന്നു. അമ്മമാരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് സന്തോഷമായിട്ട് പൊങ്കാലയ്ക്ക് വേണ്ടി റെഡിയായി രാവിലെ തന്നെ. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് വിശന്നപ്പോൾ കുറച്ച് കഴിക്കാൻ മേടിക്കാൻ വേണ്ടി പാളയം വരെ പോയപ്പോൾ പാളയത്തെ കാഴ്ചകൾ ഞങ്ങൾ കുറച്ചൊന്ന് കവർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വന്നു. എന്നിട്ട് ഞങ്ങൾ ഫുഡ് മേടിച്ച് കഴിച്ചു. അപ്പോൾ ഫുഡിന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇഡ്ഡലിയും സാമ്പാറും ദോശ സാമ്പാർ ഈ ഒരു ഓപ്ഷനായിരുന്നു. കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കുവാണ്. അപ്പോൾ ഞാനും പൊന്നും കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ബാക്കിയുള്ളവരൊക്കെ റൂമിലേക്ക് പോയേക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് അവിടെ കാവൽക്കാരായിട്ട് കുറച്ച് നേരം ഇരുന്നത്. അത് കഴിഞ്ഞ് എല്ലാവരും തന്നെ ഭയങ്കര തിരക്കായി തുടങ്ങിയായിരുന്നു. ഒരു 8 മണിയൊക്കെ ആയ സമയത്ത് പിന്നെയാണ് ദേ വരുന്നത് ഞങ്ങളുടെ കുട്ടിപ്പട. ഇവർ റൂമിൽ പോയേക്കുമായിരുന്നു. അങ്ങനെ അവരും തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അല്ലറച്ചില്ലറ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ ചുമ്മാ എടുത്തോണ്ടിരിക്കുമായിരുന്നു. കാര്യം സമയം പോകണമല്ലോ, വിളക്ക് കൊളുത്തണമല്ലോ ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ പൊങ്കാല പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടെന്ന് ഓരോരുത്തരും ചോദിക്കാം. കാരണം ഇതുവരെ നമ്മുടെ അടുപ്പിൽ ഇങ്ങനെ തീയൊന്നും കൊളുത്തിയിട്ടില്ല. 10 മണിയാവും അല്ലേ, 10-10:30 10:15 എന്താണ് സമയം പറയുന്നത്. അപ്പം അതിന് മുന്നേ ഇന്ന് രാവിലെ തൊട്ടുള്ള ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് ഓരോരുത്തരടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന്. എനിക്ക് അറിയില്ല. കൊള്ളൂലായിരുന്നു അതെന്നാ വർത്താനാ പറഞ്ഞത്. ഫുഡ് സത്യം പറഞ്ഞ ഗൈസ് ഭയങ്കര മോശമായിരുന്നു. പറയടി എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം ശരിയായില്ല. നമ്മുടെ അസിസ്റ്റന്റ് ആണ്. പൊങ്കാല ഇട്ടില്ലെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അവള്. ഓ ഇത് ഉറക്കപ്പിച്ച്. അത് എനിക്കൊരു ആൻറ്റി ഞങ്ങളുടെ അടുത്തിരുന്ന് ഉറങ്ങുമായിരുന്നു. പാവം. എനിക്ക് തോന്നുന്നു രാവിലെ വെളുപ്പിനെ 1 മണിക്കൊക്കെ വന്നിട്ട് ക്ഷീണിച്ച് ഉറങ്ങുന്നയാവും. അങ്ങനെ അതിനിടയ്ക്ക് കൂടെ ഞങ്ങളിതേ പാട്ടൊക്കെ കേട്ടിട്ട് അതിൻ്റെ ഒക്കെ ഒരു തുള്ളലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക്. സ്റ്റെപ്പിടുതിന് അങ്ങനെ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ മെല്ലെ നടക്കാനിറങ്ങി. കാര്യം ഇനി സമയം ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്തെങ്കിലും നമുക്ക് എക്സ്ട്രാ ഫുഡ് കിട്ടുമെന്ന് തപ്പി ഇറങ്ങിയതാണ്. ലൈക്ക് അത് ഞങ്ങൾ എല്ലാവരും ചെയ്യാറുണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാല എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കിട്ടും. ആൻഡ് ഫൈനലി നമ്മുടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പോവാണ്. അമ്മ തീയൊക്കെ കൊളുത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നു. അതൊക്കെ ഞങ്ങൾ മേടിച്ച് ഭയങ്കര പ്രാർത്ഥനയോടെ ആറ്റുകാലമ്മേനെ മനസ്സിൽ ധ്യാനിച്ച് ഞങ്ങളെല്ലാവരും വിളക്ക് കൊളുത്തി ഞങ്ങളുടെ പൊങ്കാല ഇടുവാണ്. സോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഭക്തി മാർഗേന നമ്മളെല്ലാവരും ഇവിടെ സന്തോഷമായിട്ട്
ഒന്നിച്ചങ്ങനെ ഞങ്ങളുടെ അടുപ്പിൽ തീ കൊളുത്തി. ഭയങ്കര നല്ലൊരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഭയങ്കര, ഞാനും പൊന്നും കൂടെ ഒന്നിച്ചാണ് പൊങ്കാല ഇട്ടത്. ബാക്കി എല്ലാവരും സെപ്പറേറ്റ് പൊങ്കാല ഇടുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫസ്റ്റ് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു അത്. ഇടയ്ക്ക് ഇവിടെ പുക കാരണം നിൽക്കാൻ പോലും പറ്റാത്ത രീതിക്ക് പുറകിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പുകയായിരുന്നു. കാര്യം ഇത്രയും ജനങ്ങൾ, ഇത്രയും അമ്മമാരൊന്നിച്ച് പൊങ്കാല ഇടുന്നതല്ലേ, അപ്പോൾ അതുപോലെ പുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇടയ്ക്ക് നമ്മൾ കണ്ണൊന്ന് തുറക്കാൻ പോലും പറ്റുന്നില്ല, അതുപോലെ പുകയായിരുന്നു. അങ്ങനെ അതിനിടയ്ക്ക് മോനിഷ നല്ലപോലെ കരഞ്ഞു പുകയടിച്ചിട്ട് അതിനിടയ്ക്ക് അവൾ മറ്റേ വീശറിയൊക്കെ വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അതിനിടയ്ക്കൂടെ ഇരുന്ന് പൊങ്കാലക്കുള്ള തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയും പറക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഫൈനലി ഞങ്ങളുടെ പൊങ്കാല തിളച്ച് പൊങ്ങി ഗൈസ്. ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ബാക്കിയുള്ളവരുടെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി മെല്ലെ ഇറങ്ങി. പിന്നെ ഞങ്ങളുടെ പായസം ഇതാണ്ട് സെറ്റായിട്ടുണ്ട്. അമ്മ പഴമൊക്കെ അരിഞ്ഞ് ഇടുവാണ് അതിലേക്ക്. അങ്ങനെ എല്ലാവരും ആ ഒരു ചൂടിലും അമ്മയോടുള്ള ഭക്തിയിലും ഒക്കെ ഭയങ്കര ഭക്തിസാന്ദ്രമായിട്ട് നിന്ന് പൊങ്കാല ഇടുവാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ഡൗട്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അമ്മമാരെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഞങ്ങളെ കൊണ്ട്. എത്ര വെള്ളം വേണമെന്നോ എപ്പോഴാണ് അരിയിടേണ്ടതെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഫസ്റ്റ് പൊങ്കാലയോടുകൂടി ഞങ്ങളതെല്ലാം സെറ്റാക്കി. അത്യാവശ്യം നല്ല രീതിക്ക് പൊങ്കാല ഇടാനും പഠിച്ചു. അതുപോലെ തന്നെ ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ മണ്ടപ്പുറ്റും തെരളിയപ്പവും. മണ്ടപ്പുറ്റ് ഇടുന്നത് നമ്മുടെ തലവേദന കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതാണ് ഈ മണ്ടപ്പുറ്റെന്ന് പറയുന്നത്. ആൻഡ് തെരളി ഈസ് ഒരു ഇലയിൽ നമ്മൾ ഇതേ സാധനം ഉണ്ടാക്കും. അതെനിക്ക് ക്ലിയറായിട്ട് അറിയില്ല, അത് അമ്മയാണ് ഉണ്ടാക്കിയത്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാലയുടെ. ഞങ്ങൾ ഈ 3 സാധനങ്ങളും ഉണ്ടാക്കി. അമ്മയാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്, കാരണം ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നേദിക്കുമാണ് നമ്മുടെ പ്രസാദമൊക്കെ പോറ്റി വന്നിട്ട് വേഗം തന്നെ നേദിച്ച് നമുക്ക് തന്നു. അങ്ങനെ ഞങ്ങളുടെ സമാപ്തിയിലെത്തുകയാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല. അങ്ങനെ ഞങ്ങളുടെ ഒത്തിരി നല്ല മെമ്മറീസോടുകൂടി 2025 ആറ്റുകാൽ പൊങ്കാല ഞങ്ങൾ ആഘോഷമാക്കി തീർത്തു.